നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൈലാഞ്ചി കൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ചികിത്സയുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതുപോലെ തന്നെ മൈലാഞ്ചി ഇടുന്നതിന്റെ ഇസ്ലാമികമായ വിധികൾ, ആണിനും പെണ്ണിനും വേർതിരിച്ചുള്ള വിധികൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി മൈലാഞ്ചി കൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ചികിത്സ ഏതാണെന്ന് നമുക്ക് നോക്കാം. അൻ അലി ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു, മഹാനായ അലി ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അൻ ജദ്ദത്തിഹി സൽമ റളിയല്ലാഹു അൻഹ, അദ്ദേഹത്തിന്റെ വല്യമ്മയായ സൽമ റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം ചെയ്യുന്നു. വക്കാനത്ത് തഖ്ദുമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹദിയായ സൽമ റളിയല്ലാഹു അൻഹ, അദ്ദേഹത്തിന്റെ വല്യമ്മ ഉമ്മ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുമായിരുന്നു. മഹദി പറയാണ്, മാ കാന യകൂനു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖർഹതൻ വലാ നക്ബതൻ, ഹബീബായ തങ്ങൾക്ക് ഖർഹതൻ എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ ഏറ്റവും മുറിവിനാണ് ഖർഹത്ത് എന്ന് പറയാം. അത് ഏറ്റാൽ, വാളുകൊണ്ടോ കത്തി കൊണ്ടൊക്കെ നബി തങ്ങൾക്ക് മുറിവ് സംഭവിച്ചാൽ, നഖബത്തൻ അതുപോലെ തന്നെ കല്ലോ അതുപോലെ തന്നെ മുള്ളോ ഒക്കെ കൊണ്ടിട്ടുള്ള മുറിവ്, അത് ഹബീബായ തങ്ങൾക്ക് സംഭവിച്ചാൽ, ഇല്ല അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അളഅ അലൈഹാ ഹിന്നാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിക്കും അവിടെ മൈലാഞ്ചി ഇടാൻ. അപ്പോ മുറിവോ അല്ലെങ്കിൽ കത്തി കൊണ്ടൊക്കെ മുറിവ് എങ്ങനെയാണെങ്കിലും മുറിവ് സംഭവിച്ചാൽ അതിൽ മൈലാഞ്ചി ഇട്ടാൽ ആ മൈലാഞ്ചിയുടെ തണുപ്പ് കൊണ്ട് അതിന്റെ വേദന ശമിക്കാനും രക്തം വരുന്ന നിൽക്കാനും അതുപോലെ തന്നെ ആ മുറിവ് പെട്ടെന്ന് മാറാനൊക്കെ ഉണങ്ങിപ്പോകാനൊക്കെ അത് കാരണമാകുമെന്നാണ്. മൈലാഞ്ചി ഒരു ചെറിയ ഔഷധമാണ്. മൈലാഞ്ചി നമ്മൾ കുഴിനകത്തിനൊക്കെ ഉപയോഗിക്കുമല്ലോ, നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളതാണല്ലോ. കുഴിനകത്തിനും അതുപോലെ മറ്റു ചൊറികൾക്കൊക്കെ മൈലാഞ്ചി ഉപയോഗിക്കാമെന്നാണ്. അപ്പോ മൈലാഞ്ചി കൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ചികിത്സ ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന, കാണിച്ചു നൽകുന്ന ഒരു ചികിത്സയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മൈലാഞ്ചി, നരച്ച മുടിയിൽ മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ മൈലാഞ്ചി ഇടാൻ ഹബീബായ തങ്ങൾ കൽപ്പിക്കുന്നതായിട്ട് ഹദീസ് ഉണ്ട്. അപ്പോൾ അത് സുന്നത്താണ്. മൈലാഞ്ചി, നരച്ച മുടിയിൽ മൈലാഞ്ചി ഇടൽ എന്താണ്? സുന്നത്താണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് അതുപോലെ ഈ ചൊറി, മുറിവ് അതിലൊക്കെ മൈലാഞ്ചി ഇടാം. അതുപോലെ തന്നെ താടിയിലൊക്കെ, നരച്ച താടിയിലൊക്കെ മൈലാഞ്ചി ഇടാം. അത് സുന്നത്താണ്, അത് കുഴപ്പമില്ല. ചൊറിയിലും മുറിയിലൊക്കെ മൈലാഞ്ചി ഇടൽ അനുവദനീയമാണ്. എല്ലാത്ത രീതിയിലുള്ള മൈലാഞ്ചി ഇടലൊക്കെ എന്താണ്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. കയ്യിലൊക്കെ ചിത്രപ്പണി നടത്തുക, കയ്യിൽ മൈലാഞ്ചി ഇടുക, അതൊക്കെ എന്താണ്? പുരുഷന്മാർക്ക് ഹറാമാണ്. അത് ഇസ്ലാമിന്റെ വിധി അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൈലാഞ്ചി ഇടുന്നതിന്റെ വിധികൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 രീതിയിലാണ് സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടുന്നതിന്റെ ഹുക്കുമുകൾ, വിധികൾ വരുന്നത്. ഒന്ന് ഹറാമ്, മറ്റൊന്ന് കറാഹത്ത്, പിന്നെ സുന്നത്ത്. ഹറാമും കറാഹത്തും സുന്നത്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹറാമായ രീതിയിലുള്ള മൈലാഞ്ചി ഇടൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഹറാമായ രീതിയിൽ മൈലാഞ്ചി ഇടൽ? ശ്രദ്ധിക്കുക, ഭർത്താവ് മരിച്ച ഇദ്ദയിലിരിക്കുന്ന സ്ത്രീ, ഭർത്താവ് മരിച്ച ഇദ്ദയിലിരിക്കുന്ന സ്ത്രീ മൈലാഞ്ചി ഇടൽ എന്താണ്? ഹറാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭർതൃമതികളായ സ്ത്രീകൾ ഭർത്താവിന്റെ സമ്മതമില്ലാതെ മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണിയിൽ ഏർപ്പെടൽ, മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണി നടത്തൽ എന്താണ്? അത് ഹറാമാണ്. ഭർതൃമതികളായ സ്ത്രീകൾ ഭർത്താവിന്റെ സമ്മതമില്ലാതെ മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണി നടത്തൽ ഹറാമാണ്. അതുപോലെ തന്നെ ഭർതൃമതികളല്ലാത്ത സ്ത്രീകൾ മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണി നടത്തൽ എന്താണ്? അതും ഹറാമാണ്. ഭർതൃമതികളല്ലാത്ത സ്ത്രീകൾ മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണി നടത്തൽ അതും ഹറാമാണ്. ഇനി കറാഹത്തായ രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിവാഹിതകളായ സ്ത്രീകൾ, അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാമിന് വേണ്ടിയല്ലാതെ, ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിന് വേണ്ടി എന്ത് ചെയ്യാം? മൈലാഞ്ചി ഇടാം. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാമിന് വേണ്ടിയല്ലാതെ അവിവാഹിതകളായ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ മൈലാഞ്ചി ഇടൽ എന്താണ്? അത് കറാഹത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കറാഹത്തായ രീതിയാണ് ഈ പറയുന്നത്. അവിവാഹിതകളായ സ്ത്രീകൾ, അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ ഹജ്ജിനോ ഉംറക്കോ വേണ്ടിയുള്ള ഇഹ്റാമിന് വേണ്ടിയല്ലാതെ, ഇഹ്റാമിന് വേണ്ടി അല്ലാതെ മൈലാഞ്ചി ഇടൽ എന്താണ്? കറാഹത്താണ്. അപ്പൊ ഇഹ്റാമിന് വേണ്ടി അനുവദനീയമാണ്. അതുപോലെ തന്നെ കറാഹത്തായ മറ്റൊരു രീതി, ഭർതൃമതികളായ സ്ത്രീകൾ ഭർത്താവിന്റെ സമ്മതത്തോടെ മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണിയിൽ ഏർപ്പെടൽ, അത് കറാഹത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഹറാമായ കാര്യത്തിൽ പറഞ്ഞത്
ഭർത്തൃമതികളായ സ്ത്രീകൾ ഭർത്താവിന്റെ സമ്മതമില്ലാതെ മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണിയിൽ ഏർപ്പെടൽ ഹറാമാണെന്ന് പറഞ്ഞു. ഇനി ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി ഭർത്തൃമതികളായ സ്ത്രീകൾ മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണിയിൽ ഏർപ്പെടൽ എന്താണ്? കറാഹത്താണ്. ഇസ്ലാമിന്റെ നിയമം അങ്ങനെ തന്നെയാണ്, വിധി അങ്ങനെ തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇനി സുന്നത്തായ രീതി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഹജ്ജിനും ഉംറക്കും വേണ്ടി ഇഹ്റാം ചെയ്ത സ്ത്രീക്ക് കയ്യിലും അതുപോലെ തന്നെ മുഖത്തൊക്കെ മൈലാഞ്ചി ഇടൽ എന്താണ്? സുന്നത്താണ്. സുന്നത്തായ രീതികളാണ് പറയുന്നത്. ഹജ്ജിനും ഉംറക്കും വേണ്ടി ഇഹ്റാം ചെയ്ത സ്ത്രീകൾക്ക് കയ്യിലും മുഖത്തൊക്കെ എന്ത് ചെയ്യാൻ? മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഭർത്തൃമതിയായ പെണ്ണിന് ഏത് സമയത്തും മൈലാഞ്ചി ഇടൽ എന്താണ്? മൈലാഞ്ചി ഇടലാണ്, ചിത്രപ്പണിയിൽ ഏർപ്പെടലല്ല. മൈലാഞ്ചി ഇടൽ എന്താണ്? സുന്നത്താണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭർത്തൃമതിയായ ഭർത്താവുള്ള ഒരു സ്ത്രീ, ഒരു പെണ്ണിന് ഏത് സമയത്തും മൈലാഞ്ചി ഇടൽ എന്താണ്? അത് സുന്നത്താണ്. പ്രത്യേകം പ്രതിഫലാർഹമായ കാര്യം. അപ്പൊ ഇങ്ങനെയാണ് മൈലാഞ്ചി ഇടുന്നതിന്റെ വിധികൾ വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു മനസ്സിലാക്കി തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ചൂട്ടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.